JAIB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട പക്ഷെ പലർക്കും ഒരുപാട് സംശയങ്ങളുള്ളൊരു ടോപ്പിക്കാണ്. ഏതാണെന്നല്ലേ? 1934 RBI ആക്ട്. പേടിക്കണ്ട, നമുക്കിത് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ തുടങ്ങിയാലോ? ഈ RBI ആക്ടിനെ നമുക്ക് എങ്ങനെ കാണാം? സിമ്പിളായി പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റൂൾ ബുക്കാണിത്. RBI എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നൊരു നിയമം. ഇത് വെറുമൊരു നിയമം മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയുടെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയുടെയും നട്ടെല്ല് തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് JAIB പരീക്ഷകളിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ഈ വിഷയം നമുക്കൊരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം RBI എങ്ങനെ ഉണ്ടായി എന്നതിന്റെ കഥ നോക്കാം. പിന്നെ എന്താണ് RBIയുടെ പ്രധാന ദൗത്യമെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഈ നിയമത്തിന്റെ ഒരു ഘടന, അതായത് ഒരു അനാറ്റമി തന്നെ നമ്മൾ പരിശോധിക്കും. നാലാമതായി ഈ നിയമം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും. അവസാനം പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം കൂടി ഒന്നുകൂടി ഓർത്തെടുക്കാൻ ഒരു ക്വിക്ക് റിവിഷനും റെഡിയല്ലേ? അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദ ബർത്ത് ഓഫ് ദി RBI. ശരിക്കും എന്തിനായിരുന്നു ഇന്ത്യയ്ക്കൊരു സെൻട്രൽ ബാങ്ക്? ഈ ഒരു ആശയം എവിടെ നിന്നാണ് വന്നത്? അതിനറിയാൻ നമുക്ക് കുറച്ച് പുറകോട്ട് ചരിത്രത്തിലേക്കൊന്ന് സഞ്ചരിക്കാം. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കൂ. കഥ തുടങ്ങുന്നത് 1926 അന്ന് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്, നമ്മളിതിനെ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നും പറയും. അവരാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായ ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അതായിരുന്നു തുടക്കം. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1933 ഒരു വൈറ്റ് പേപ്പർ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് രൂപീകരിക്കാനായി ഒരു ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. അടുത്ത വർഷം 1934 ആ ബിൽ ഒരു നിയമമായി മാറി. അങ്ങനെ 1935 ഏപ്രിൽ 1 RBI അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, തുടക്കത്തിൽ അതൊരു പ്രൈവറ്റ് ബാങ്കായിരുന്നു. അവസാനം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1949 നമ്മുടെ ഗവൺമെന്റ് RBI ദേശസാൽക്കരിച്ചു, അതായത് നാഷണലൈസേഷൻ നടത്തി. അപ്പോൾ ആ ഒരു യാത്ര ക്ലിയർ അല്ലേ? ശരി, അപ്പോൾ RBI എങ്ങനെ ഉണ്ടായെന്നുള്ള ചരിത്രം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ നിയമത്തിന്റെ ഹൃദയത്തിലേക്ക് കടക്കാം. അതായത് എന്താണ് ഇതിന്റെ പ്രധാന ദൗത്യം? RBIയുടെ കോർ മിഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ നിയമത്തിന്റെ ആമുഖത്തിലാണ്. നമ്മളതിനെ ഇംഗ്ലീഷിൽ പ്രിയാമ്പിൾ എന്ന് പറയും. ഈ പ്രിയാമ്പിളിനെ നമുക്ക് RBIയുടെ ഒരു ഒഫീഷ്യൽ ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് കാണാം. അതിൽ പറയുന്നത് എങ്ങനെയാണ്: ടു റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ് ആൻഡ് ദ കീപ്പിംഗ് ഓഫ് റിസർവ്സ്, to secure monetary stability and to operate the currency and credit system of the country to its advantage. ഇതിങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാം അല്ലേ? പക്ഷെ സിമ്പിളായി പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ലക്ഷ്യം. 1, ബാങ്ക് നോട്ടുകൾ ഇറക്കുന്നത് നിയന്ത്രിക്കുക. 2, രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുക. 3, നമ്മുടെ രാജ്യത്ത് കറൻസി, ക്രെഡിറ്റ് സിസ്റ്റമൊക്കെ രാജ്യത്തിന് ഗുണകരമാവുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുക. ഇത്രയുള്ളൂ കാര്യം. അപ്പോൾ ആ പ്രിയാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി 4 പ്രധാന ചുമതലകളായിട്ട് തിരിക്കാം. 1, റെഗുലേറ്റിംഗ് ബാങ്ക് നോട്ട്സ്. സിമ്പിളാണ്. കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്യാനും വിതരണം ചെയ്യാനുമുള്ള പൂർണ്ണ അധികാരം RBIക്ക് മാത്രമാണ്, വേറെ ആർക്കുമില്ല. 2, സെക്യൂറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി, അതായത് പണപ്പെരുപ്പമൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുക. 3, ഓപ്പറേറ്റിംഗ് കറൻസി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം. രാജ്യത്ത് പണത്തിന്റെ ഒഴുക്ക്, ലോണുകൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് RBI ആണ്. 4, കുറച്ചുകൂടി പുതിയൊന്നാണ്: മോഡേൺ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്, അതായത് ഇന്നത്തെ കാലത്തെ സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാനുള്ള പുതിയ നയങ്ങൾ രൂപീകരിക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് വളരെ വ്യക്തമായി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. RBIയുടെ മോണിറ്ററി പോളിസിക്ക് 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. 1, പ്രൈസ് സ്റ്റെബിലിറ്റി, അതായത് വിലക്കയറ്റം പിടിച്ചു നിർത്തുക. 2, ഗ്രോത്ത്, അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുക. ഇതിൽ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തണം. ഇതൊരു ഡെലിക്കേറ്റ് ബാലൻസിംഗ് ആക്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. വിചാരിക്കുക, പണപ്പെരുപ്പം കൂടി, അപ്പോൾ RBI പലിശ നിരക്ക് കൂട്ടി, വിലക്കയറ്റം കുറയും. പക്ഷേ പലിശ കൂടുമ്പോൾ ബിസിനസ്സുകാർക്കും സാധാരണക്കാർക്കും ലോൺ എടുക്കാൻ പ്രയാസമാകും. അത് സാമ്പത്തിക വളർച്ചയെ പതുക്കെയാകും. കണ്ടോ ആ ഒരു പ്രശ്നം? ആ ഒരു ബാലൻസ് നിലനിർത്തുക എന്നതാണ് RBIയുടെ ഏറ്റവും വലിയ ജോലി. ഓക്കെ, അപ്പോൾ RBIയുടെ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ നിയമത്തിന്റെ ഘടനയിലേക്ക്, അതിന്റെ ഒരു അനാറ്റമിയിലേക്ക് കടക്കാം. ഈ അധികാരങ്ങളൊക്കെ എങ്ങനെയാണ് ഈ നിയമത്തിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നോക്കാം. RBI ആക്ടിന്റെ ഘടന വളരെ സിമ്പിളാണ്. ഇതിന് പ്രധാനമായും 5 ചാപ്റ്റേഴ്സ്, അതായത് 5 അധ്യായങ്ങളും 2 ഷെഡ്യൂൾസുമാണുള്ളത്. ഈ ടേബിളിൽ നോക്കിയാൽ കാണാം, ഓരോ ചാപ്റ്ററിനും ഓരോ പ്രത്യേക വിഷയമുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഗവർണൻസ്, കോർ ഫംഗ്ഷൻസ്, റെഗുലേറ്ററി പവേഴ്സ്, അങ്ങനെ RBIയുടെ ഓരോ പ്രവർത്തന മേഖലകളെക്കുറിച്ചും ഓരോ ചാപ്റ്ററിലും വിശദമായി പറയുന്നുണ്ട്.
ഇനി നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ 2 ചാപ്റ്ററുകൾ, അതായത് ചാപ്റ്റേഴ്സ് I and II, അത് RBI എന്ന സ്ഥാപനത്തിന് അടിത്തറയിടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. RBIയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, പിന്നെ ഭരണം നടത്താനുള്ള സെൻട്രൽ ബോർഡ്, ലോക്കൽ ബോർഡ്സ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഈ ആദ്യത്തെ 2 ചാപ്റ്ററുകളിലുമുള്ളത്. ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചാപ്റ്റർ 3, ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും നിർണായകമായ ഭാഗമാണ്. കാരണം RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനാധികാരങ്ങൾ, അതായത് കോർ സെൻട്രൽ ബാങ്കിംഗ് ഫംഗ്ഷൻസ്, ഇതിലാണ് വിശദീകരിക്കുന്നത്. കറൻസി ഇറക്കുന്ന കാര്യം, ഗവൺമെന്റിന്റെ ബാങ്കറായി പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ അടങ്ങുന്ന പ്രധാന സെക്ഷനുകൾ ഈ ചാപ്റ്ററിലാണ്. അതുകൊണ്ട് ഇത് വിട്ടുകളയരുത്. അടുത്തത് ചാപ്റ്റേഴ്സ് 3A മുതൽ 3F വരെയാണ്. ഇതൊക്കെ ഒറിജിനൽ നിയമത്തിലുണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. കാലം മാറുമ്പോൾ നിയമവും മാറണമല്ലോ. സമ്പദ്വ്യവസ്ഥ കൂടുതൽ സങ്കീർണമായപ്പോൾ NBFCs, ഡെറിവേറ്റീവ്സ് പോലുള്ള പുതിയ കാര്യങ്ങൾ വന്നു. അപ്പോൾ ആ മേഖലകളിലും RBIക്ക് അധികാരം നൽകാനാണ് ഈ പുതിയ ചാപ്റ്ററുകൾ ചേർത്തത്. ഇതിനെ നമുക്ക് RBIയുടെ എക്സ്പാൻഡഡ് പവേഴ്സ് എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഷെഡ്യൂൾസ് ഇല്ലേ, അതിന് ചില പ്രായോഗികമായ ഉപയോഗങ്ങളുണ്ട്. ഷെഡ്യൂളായി നമ്മുടെ രാജ്യത്തെ 4 സോണുകളായി തിരിക്കുന്നു ഭരണപരമായ സൗകര്യത്തിനു വേണ്ടി. പക്ഷേ ഏറ്റവും പ്രധാനം ഷെഡ്യൂൾ 2 ആണ്. ഇതിലാണ് ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ഒഫീഷ്യൽ ലിസ്റ്റുള്ളത്. ഒരു ബാങ്ക് ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ അതിനർത്ഥം അത് RBIയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമായിരിക്കും എന്നാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. ശരി, അപ്പോൾ നിയമത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ നിയമം RBIക്ക് നൽകുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു ടൂളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണിത്. ക്യാഷ് റിസർവ് റേഷ്യോ, നമ്മൾ ചുരുക്കി പറയും CRR. അപ്പോൾ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR? ഇത് RBI ആക്ടിലെ സെക്ഷൻ 42ലാണ് പറയുന്നത്. ഇതനുസരിച്ച് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും അവരുടെ കയ്യിലുള്ള മൊത്തം നിക്ഷേപത്തിന്റെ, അതായത് NDTLന്റെ ഒരു നിശ്ചിത ശതമാനം പണമായിട്ട് RBIയുടെ കയ്യിൽ സൂക്ഷിക്കണം. എന്തിനാണിത്? രാജ്യത്ത് പണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ RBI ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണിത്. ഇനി വരുന്നത് ഒരു പെർഫെക്റ്റ് എക്സാം പോയിന്റാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. CRR ആയി RBIയുടെ കയ്യിൽ വയ്ക്കുന്ന ഈ പണത്തിന് ബാങ്കുകൾക്ക് ഒരു പൈസ പോലും പലിശ കിട്ടില്ല. നോ ഇൻട്രസ്റ്റ്. ഇതാണ് CRRനെ SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പോയിന്റ് മറക്കരുത്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു അല്ലേ? ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഇതെല്ലാം ഒന്നുകൂടി പെട്ടെന്ന് ഓർത്തെടുക്കാം. ഒരു ക്വിക്ക് റിവിഷൻ റെഡിയല്ലേ? ശരി, നമുക്ക് കീ ഫാക്ട്സ് പെട്ടെന്ന് നോക്കാം. പ്രധാന വർഷങ്ങൾ: 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ആശയം വരുന്നു. 1934 ആക്ട് പാസാക്കുന്നു. 1935 RBI പ്രവർത്തനം തുടങ്ങുന്നു. 1949 നാഷണലൈസേഷൻ. ഇനി നിയമത്തിന്റെ ഘടന: 5 ചാപ്റ്റേഴ്സ്, 2 ഷെഡ്യൂൾസ്, മറക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സെക്ഷനുകൾ: സെക്ഷൻ 20 and 21A ഗവൺമെന്റിന്റെ ബാങ്കർ, സെക്ഷൻ 22 and 24 കറൻസി ഇറക്കാനുള്ള അധികാരം. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചത് സെക്ഷൻ 42 CRR. ഈ പോയിന്റുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടായിരിക്കണം. അപ്പോൾ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം 90 വർഷം പഴക്കമുള്ള ഒരു നിയമത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ലോകം നോക്കൂ, ഡിജിറ്റൽ കറൻസികൾ, ഫിൻടെക് എല്ലാം മാറുകയാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഈ 1934ലെ RBI ആക്ടിന് എന്തു മാറ്റങ്ങളായിരിക്കും തേവയായി വരിക? ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക.